മക്കളെ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സസൈസ് 1.8 ആണ് കേട്ടോ, +2 ഫിസിക്സ്. 2 പോയിൻ്റ് ചാർജസ് QA 3 മൈക്രോ കൂളോം ആണ് ആൻഡ് QB = -3 മൈക്രോ കൂളോം ആർ ലൊക്കേറ്റഡ് 20 സെൻറ്റിമീറ്റർ എപ്പാർട്ട് ഇൻ എ വാക്വം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പറയുന്നു, വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ മിഡ് പോയിൻറ്റ് O ഓഫ് ദ ലൈൻ AB ജോയിനിങ് ദ 2 ചാർജസ് എന്നുള്ളത്. രണ്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒരുമിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അതൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് വൺ ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് വണ്ണിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ എന്താണ്? QA ഉണ്ട്, QB ഉണ്ട്, 20 സെൻറ്റിമീറ്റർ ആണ് ഇവർ തമ്മിൽ സെപ്പറേഷൻ. ഇവർ സെൻറ്ററിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ. തൽക്കാലം ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ A എന്ന് പറയുന്ന പോയിന്റ് ഇവനെ വിളിക്കാം, ഇവനെ B എന്ന് വിളിക്കാം. കുറച്ചൊന്ന് സൈസ് കൂട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ ഇവനാണ് A, ദിസ് വൺ ഈസ് B. ക്ലിയർ ആണല്ലോ? മെല്ലെ മെല്ലെ നിങ്ങൾ ചെയ്തു വരിക. അത് ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഷുവർലി നിങ്ങൾക്ക് ഉണ്ടാകും. ഇവനാണ് 3 മൈക്രോ കൂളോം എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. പക്ഷേ Bയിൽ വെച്ചിരിക്കുന്ന ചാർജ് എത്രയാണ്? -3. അത് ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യമാണ് കേട്ടോ. എന്നിട്ട് പറയുന്ന കാര്യം എന്താണ്? ഇതിൻ്റെ സെൻറ്റർ മിഡ് പോയിൻറ്റ്, ഞാൻ ഏകദേശം മിഡ് പോയിൻറ്റ് എടുക്കുകയാണ്, ഇതാണെന്ന് വിചാരിക്കുന്നു. മിഡ് പോയിൻറ്റിന് O ആണെന്ന് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മിഡ് പോയിൻറ്റിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്, വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ മിഡ് പോയിൻറ്റ്? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം മക്കൾ, അതിനാണ് നിങ്ങൾ ക്ലാസ് ശരിക്കും ശ്രദ്ധിക്കണം. എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കണം എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണല്ലോ. അപ്പോൾ ഓനിക്ക് എന്തൊക്കെയുണ്ട്? മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാഗ്നിറ്റ്യൂഡും കണ്ടെത്തണം, ഡയറക്ഷനും കണ്ടെത്തണം. അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ. അപ്പോൾ ആദ്യം നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താം, എന്നിട്ട് ഇവിടെ ഡയറക്ഷൻ എന്താ വരിക? അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് മനസ്സിലാക്കി പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രോബ്ലംസ് പറയുമ്പോൾ നിങ്ങൾ എന്ത് പ്രോബ്ലം നോക്കിയോ അതിൻ്റെ അപ്പുറത്ത് വരാനില്ല. ബോർഡ് എക്സാം എല്ലാം അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം EA എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇതാ ഇവിടെ ആരുണ്ട്? പോസിറ്റീവ് ചാർജ് 3 മൈക്രോ കൂളോം. ഇവിടെ കൊടുക്കുന്ന അതായത് ഈ എയിലുള്ള 3 മൈക്രോ കൂളോം ചാർജ് O എന്ന് പറയുന്ന പോയിന്റിൽ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ടോട്ടൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഈ Aയും Bയും തമ്മിലുള്ള ഈ സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. 20 സെൻറ്റിമീറ്റർ ആണ് Aയും Bയും തമ്മിലുള്ള സെപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ Aയും Oയും തമ്മിലുള്ള ഈ സെപ്പറേഷൻ എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആണ്. Oയും Bയും അല്ലെങ്കിൽ Bയും Oയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടെത്താം? ഈ A എന്ന് വിളിക്കാം. അതായത് Aയിലുള്ള ചാർജ് കാരണം Oയിലുണ്ടാകും. വേണം ഈ O എന്ന് വിളിക്കാം അല്ലേ? Aയിലെ ചാർജ് കാരണം O എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താണ്? 1/4πε0 Q ഡിവൈഡഡ് ബൈ R². ഈ Qന് പകരം QA എന്ന് വിളിക്കേണ്ടി വരും, കാരണം 2 ചാർജ് ഉണ്ട്. അപ്പോൾ ഈ ചാർജ് Aയിലുള്ള ചാർജാണ് എനിക്ക് അവിടെ വരിക. അപ്പോൾ 1/4πε0 വാല്യൂ എത്രയാണ്? 9 × 10⁻⁹ എന്ന് വരും. Aയിലുള്ള ചാർജ് എത്രയാണ്? 3 മൈക്രോ കൂളോം ആണ്. 3 × 10⁻⁶ വരും. ഓൾ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. Aയിൽ നിന്ന് Oയിലേക്കുള്ള ദൂരം എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ മീറ്റർ ആക്കുമ്പോൾ 10⁻⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 10⁻⁻² ആണ് കേട്ടോ. നമുക്ക് 10⁻² ആണ്. ഓൾ സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ Aയിലെ ചാർജ് കാരണം Oയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 9 ഉണ്ട്. മുകളിലത്തെ പവർ 10⁻⁹ 10⁻⁻⁶. അപ്പോൾ എത്രയായിരിക്കും? 10⁻⁹ 9 -6 എന്ന് പറയുന്ന സമയത്ത് എത്രയായിട്ടുണ്ടാകും? അത് 3 ആയിട്ടുണ്ടാവില്ലേ? ഓക്കെ, 9 - 6 3 ആയിട്ടുണ്ടാവും. പിന്നെ 9 × 3 ഒരു കാര്യം ചെയ്യാം. 9 × 3 ഡയറക്റ്റ് 27 എഴുതി കൂടെ. അപ്പോൾ ന്യൂമറേറ്ററിൽ 27 ഉണ്ട്. ഇൻറ്റു 10⁻⁹ 10⁻⁻⁶ വരുമ്പോൾ ഒരു 9 - 6 ആയിട്ടുള്ള 10⁻³ ന്യൂമറേറ്ററിലുണ്ട്. പിന്നെ 10ൻ്റെ സ്ക്വയർ 10 × 10⁻² ഹോൾ സ്ക്വയർ 10 × 10⁻² ആണ്. അപ്പോൾ 10⁻⁻1 അവൻ്റെ സ്ക്വയർ 10⁻⁻1ൻ്റെ സ്ക്വയർ എത്രയാണ്? 10⁻⁻². ഓക്കെ ആണോ? അതായത് 10 × 10⁻² എന്ന് പറഞ്ഞാൽ 10⁻⁻1 അവൻ്റെ സ്ക്വയർ എത്രയാണ്? 10⁻². 10³ 10⁻² എന്ന് പറയുമ്പോൾ 27 തന്നെയാണ് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുക. അതിന് തർക്കമൊന്നുമില്ല. 10⁻² എടുത്ത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ +2 ആവും. അപ്പോൾ 3യും 2യും കൂട്ടിയ 5, അത്രയും Nm/കൂളോം. അപ്പോൾ Aയിലെ 3 മൈക്രോ കൂളോം ചാർജ് കാരണം Oയിലുണ്ട്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അപ്പോൾ ചെറിയ ലെങ്ത് ഒക്കെ ആയേക്കാൻ കൂടുതൽ കോൺസെപ്റ്റ് കിട്ടും. 27 × 10⁵ ആണ്. അപ്പോൾ Aയിലെ ചാർജ് കാരണം O എന്ന് പറയുന്ന മിഡ് പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തി. സിമിലർലി Bയിലെ -3 ഉണ്ട്. അത് കാരണം നമുക്ക് അവിടെ കാര്യം മനസ്സിലാക്കാം. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ ഇപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതുപോലെ ഇപ്പം 27 അത് മൈൻഡിലുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാണ്.
27 × 10⁵ അതവിടെ നിന്നോട്ടെ, അത് മാത്രം വായിക്കാതെ വെക്കാം നമുക്ക്. കാരണം നമുക്ക് ബീൻ്റെ ഇതുപോലെ ചെയ്ത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തണം. അതാണ് എ പാർട്ട്. അതിനുശേഷം നമുക്ക് ബി പാർട്ടും ചെയ്യാനുണ്ട് അത്രേ. അപ്പോൾ നമ്മൾ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ലെവൽ കോൺസെപ്റ്റ് മാറും, ടോപ്പിക് അവിടെ കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് സിമിലർലി ബിയിലുള്ള ചാർജ് കാരണം ഓയിലുണ്ടാകും. ഈ ബി ഒ എന്ന് വിളിക്കാം. ഈ ബി ഒ ഇസ് ഈക്വൽ സെയിം ഫോർമാറ്റാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് രണ്ടാളുടെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ 3 ആണ്. ഇവൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം അവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം മറ്റേ മൈനസ് എടുക്കുക നമുക്ക് ഡയറക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിത് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇത് എത്ര തന്നെയാണ്? 27 × 10⁵ ന്യൂട്ടൺ പെർ കൂളോം എന്നോ വോൾട്ട് പെർ മീറ്റർ എന്ന് വിളിക്കാം. ഇപ്പോൾ രണ്ടാളും കിട്ടും. ഇപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കും. ഇനി 0 ആയി പോവുക. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കണം മക്കളെ, പോസിറ്റീവ് ചാർജ്, ഓക്കെ, ഇവിടുത്തെ പോസിറ്റീവ് ചാർജാണ്, ഇവൻ നെഗറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും അത് മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് വരക്കാം. ഇവിടുത്തെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് ചാർജാണ്. ഓക്കെ, ഇവിടെ ഉള്ളതാണ് നെഗറ്റീവ് ബിയിൽ. ഇതാണ് സെൻറ്റർ. പോസിറ്റീവ് ചാർജ് ഇവിടെ തരുന്ന എപ്പോഴും ഫോഴ്സ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് തരുന്ന ഫോഴ്സ് ആവട്ടെ ഫീൽഡ് ആവട്ടെ എന്താണ് അത്? ഫോഴ്സും ചിന്തിച്ചാൽ മതി. എങ്ങോട്ടേക്കാണ്? ഔട്ട് വേർഡിൽ ഉണ്ടാവുക. ഇവൻ ഇങ്ങോട്ടേക്കാണ് തരിക. ആ പോയിന്റ് സെൻറ്ററിലേക്ക് ഔട്ട് വേർഡാണ് തരിക. നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ ടുവേർഡ്സ് ദ ചാർജ് പറഞ്ഞു വരുന്നത് അവൻ ചാർജിലേക്ക് വിളിക്കും, ഫോഴ്സിനെ അവൻ്റെ അടുത്തേക്ക് വിളിക്കുമെങ്കിൽ പോസിറ്റീവ് ചാർജ് എവേ ഫ്രം ദ ചാർജാണ് ഉണ്ടാവുക. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. രണ്ടാളുടെയും ഡയറക്ഷൻ സെയിം അല്ലേ? രണ്ടാളുടെ അത് ശ്രദ്ധിക്കണം. ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഈ കേസ് വരുന്നത്. രണ്ടാൾ ലൈക്ക് ചാർജസ് ആണെങ്കിലോ സെൻറ്ററിൽ ഫീൽഡ് ഉണ്ടാകില്ല എന്നുള്ള കാര്യം അവിടെ നിങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് വരുമ്പോൾ രണ്ടാളുടെയും ഫീൽഡിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്. അതുകൊണ്ട് നമ്മളിത് കൂട്ടുകയാണ് വേണ്ടത് മനസ്സിലാക്കുക. അപ്പോൾ 27 × 10⁵ എയിൽ കാരണം എ എന്ന് പറയുന്ന പോയിന്റിലെ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫീൽഡും ബി എന്ന് പറയുന്ന പോയിന്റിലെ ചാർജ് കാരണം ഫീൽഡും 27 × 10⁵ രണ്ടാളും സെയിം ഡയറക്ഷനിലാണ്. ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്, ഡയറക്ഷനും സെയിം ആയിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? ഇതിൻ്റെ ഡബിൾ ആയിരിക്കൂലേ? അപ്പോൾ ടോട്ടൽ എത്ര വരും? 2 × 27 × 10⁵ എന്ന് വരും. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഒ ഇസ് ഈക്വൽ ടു ആരാണ്? ഈ ഒ എ പ്ലസ് അല്ലെങ്കിൽ ഈ എ ഒ പ്ലസ് ഈ എ ബി ഒ എന്ന് വന്നിട്ടുണ്ടാകും. അതായത് 2 × 27 × 10⁵ വന്നിട്ടുണ്ടാകും. 27ൻ്റെ ഡബിൾ എത്രയാണ്? 54 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര വന്നിട്ടുണ്ടാകും? 54 × 10⁶. 54 × 10⁶ എന്നോ 5.4 × 10⁻. ഓക്കെ, അത് നിങ്ങൾ ക്ലിയർ ആയി വിചാരിക്കും മക്കളെ. ഫുള്ള് റബ്ബേമ്പോൾ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് അതിന് വേണ്ടത് മാത്രം റബ്ബ് ചെയ്ത് വെച്ചേ. ഇപ്പോൾ 54 × 10⁶ എന്നോ 54 × 10⁵ എന്നോ 5.5 ആണ്. 54 × 10⁵ എന്നോ 5.4 × 10⁶ ന്യൂട്ടൺ പെർ കൂളോം. എങ്ങോട്ടാണ് ഡയറക്ഷൻ ഉണ്ടാവുക? എലോങ് ഒ ബി. ഇങ്ങോട്ടേക്കല്ല പോവുക. ഓക്കെ, ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഡയറക്ഷൻ കൂടി നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. കാരണം എൻട്രൻസിലും മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷൻ. ഇപ്പോൾ ബോർഡ് എക്സാം ചിലപ്പോൾ മേബി മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്ത് ചോദിക്കാം. പക്ഷേ നമ്മൾ ഡയറക്ഷൻ കൂടി മനസ്സിലാക്കി വെക്കുക. അതിനാണ് അവർ ആ നെഗറ്റീവ് ആ ഒരു പോളാരിറ്റി ഓഫ് ദ ചാർജ് നമ്മൾ എടുക്കേണ്ടത്. ഇതാണ് നമ്മൾ എ ക്വസ്റ്റ്യൻ. ബട്ട് കഴിഞ്ഞില്ല, അവിടെ ബി പാർട്ട് ഉണ്ട്. ആ ബി പാർട്ട് എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ബി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 1.5 × 10⁻⁹ കൂളോം ഈസ് പ്ലേസ്ഡ് അറ്റ് ദിസ് പോയിന്റ്, വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ടെസ്റ്റ് ചാർജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മിഡിൽ പോയിന്റിൽ ഒരു -1.5 × 10⁻⁹ കൂളോമിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് എന്താണെന്നാണ് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ ആ സെൻറ്ററിൽ അതേ പോയിന്റാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫീൽഡ് കണ്ടുപിടിച്ച അതേ പോയിന്റ്. തൊട്ട് മുമ്പ് നമ്മൾ ഫീൽഡ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ടോട്ടൽ ഫീൽഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എത്രയാണ് മക്കളെ ടോട്ടൽ ഫീൽഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഇ ഇസ് ഈക്വൽ ടു 54 × 10⁵ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ടോട്ടൽ ഫീൽഡ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനൊക്കെ എങ്ങോട്ടേക്കാണ്? ലോങ് ഒ ബി ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 10⁵. അപ്പോൾ നമ്മൾക്കിവിടെ കണ്ടുപിടിക്കേണ്ട വെറും ഫോഴ്സ് മാത്രമേ. ടോട്ടൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡാണ് ഇത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് എന്താ? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ. ഈ ചെയ്താൽ പോരെ, കാരണം അവിടെ ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജ് കൊണ്ട് വെച്ചു. അവിടുത്തെ അവിടുത്തെ ഫീൽഡ് ഇതാണ്. അപ്പോൾ ഈ ക്യൂ എത്രയാണ്? മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി, കാരണം മാഗ്നിറ്റ്യൂഡ് മാത്രം ഡയറക്ഷൻ നമുക്ക് പറയാം. ഓക്കെ, അപ്പം 1 പ്രോബ്ലം ഫോഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡാണ്. കൂളംസിലോ പറയുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുക. 10⁻⁻⁹ നാനോ കൂളോമാണ്. ഇൻറ്റു എത്രയാണ്? 54 × 10⁵. വളരെ സിമ്പിളാണ് ബി പാർട്ട്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എ ക്വസ്റ്റ്യൻ തെറ്റിയാൽ ബി പാർട്ട് തെറ്റും കേട്ടോ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ബി പാർട്ടിൻ്റെ ആൻസർ കിട്ടും. അതായത് ആ ഒ എന്ന് പറയുന്ന പോയിന്റിൽ 1.5 × 10⁻⁹ നെഗറ്റീവാണത് പോളാരിറ്റി. അത് വെച്ച സമയത്ത് എത്രയാണ് ടോട്ടൽ ഫോഴ്സ്? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 54 × 1.5 എന്ന് പറഞ്ഞാൽ 81 ആണ്. 81 × 10⁻⁴ എന്നാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു മക്കളെ. 81 ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേണം ഇങ്ങനെ എഴുതാം. 8.1 × 10⁻³ ന്യൂട്ടൺ എന്നാണ്. 8.1 × 10⁻³ 81 ആണെങ്കിൽ 10⁻⁴ അതാ -9ഉം 5ഉം -4 54ഉം 1.5 ഏകദേശം 80ൻ്റെ അടുത്താണ് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പം ആ രീതിയിൽ ഞാൻ പറഞ്ഞത്.
അപ്പോൾ 81 അല്ലെങ്കിൽ 80ൻ്റെ അടുത്താണ് വരുന്നത്, അല്ലെങ്കിൽ 8ൻ്റെ അടുത്താണ് വരുന്നത്, അത്രയും 10⁻³ ന്യൂട്ടൺ ആണ് അവിടെ ഉണ്ടാവുക. ബട്ട് കഴിഞ്ഞില്ല, അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? നേരത്തെ ചിന്തിച്ചാൽ മതി, ഇവിടുത്തെ ഫോഴ്സ് എന്താ, പൊളാരിറ്റി ഓഫ് ചാർജ് എന്താണ്, പോസിറ്റീവാണ്. പക്ഷേ ബിയിൽ ആരാണ് നെഗറ്റീവ്? ഇപ്പോൾ നമ്മൾ കൊണ്ടുവച്ച ചാർജ് ആരാണ്, നെഗറ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം എയിലേക്ക് ഇങ്ങോട്ടുണ്ടാവും, ഇവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സല്ലേ ഉണ്ടാവുക എയിലേക്ക്, കാരണം ഇത് അവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ്. അപ്പോൾ എയിലേക്ക് ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടാകും, നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് വെക്കുമ്പോൾ. സിമിലർലി ബിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ചാർജ് നെഗറ്റീവാണ്, ഇപ്പം മിഡിൽ ഞാൻ കൊണ്ടുവച്ചത് നെഗറ്റീവാണ്. ഇവർ തമ്മിൽ എന്ത് ഫോഴ്സ് ഉണ്ടാവുക, റിപ്പൾസീവ് അല്ല. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക അല്ല. അപ്പോൾ അവിടെ നിന്നും എന്തായിരിക്കും, ഇതേ ഡയറക്ഷനിൽ തന്നെയല്ലേ വരിക. അപ്പോൾ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലായി, കാരണം എയിൽ പോസിറ്റീവാണ്, അവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്. പക്ഷേ ബിയിൽ ഉണ്ടാകുന്ന നെഗറ്റീവാണ്, സെൻറ്ററിൽ വെച്ചത് നെഗറ്റീവാണ്, അവർ തമ്മിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ്. അപ്പോഴും എന് അങ്ങോട്ടേക്കല്ലേ വരിക. അപ്പോൾ ഇവരുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, എലോങ് OA അല്ലേ വരിക. ക്ലിയർ ആണോ? ഈ ഡയറക്ഷനിലേക്കാണ് ഉണ്ടാവുക, ഈ ഡയറക്ഷനിലേക്ക്. നിങ്ങൾക്കത് മനസ്സിലായി വിചാരിക്കുന്നു. എലോങ് OA ആണ് ഉണ്ടാവുക. ബട്ട് തൊട്ടുമ്പത്തെ ഫീൽഡ് എങ്ങോട്ടേ ഉണ്ടാവുന്നത്, എലോങ് OB ആണ്. അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമുക്ക് വാല്യൂസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഫീൽഡും ഫോഴ്സും കണ്ടെത്തിയാൽ മതി. പക്ഷേ ഫീൽഡും ഫോഴ്സും മാത്രം ചോദിച്ചാൽ ഷുവർലി വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് രണ്ടാളുടെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാതെ പോകും, മാർക്ക് കുറയും. ഓക്കെ, ഒന്ന് ഈ ഒരു രീതിയിലൊക്കെ ഷുവർലി ഡയറക്ഷൻ കൂടി നമുക്ക് കോമ്പറ്റീവ് എക്സാമിൽ എന്തായാലും വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എക്സസൈസിൽ 1.8 എന്ന് പറയുന്ന ആ പ്രോബ്ലം +2 ഫിസിക്സിൻ്റെ. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിക്കുക. നെക്സ്റ്റ് സെഷനിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം എക്സസൈസ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സീ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, താങ്ക് യു.